അറിയാതെ ഒരു പാട്ടുകളെ ചെവികൂടി വിടരമൂർത്തിയുള്ളിലും പരിമളത്തോടി കടന്നുപോയി. ഒരു കുട്ടിയായിട്ട് അധ്യാപകനെ വിളിക്കാം, അറിയാതെ വന്നിട്ട് അടുത്ത് വരും. എന്റെ മനസ്സിൽ അറിയാതെ അധ്യാപകനെ എന്തൊക്കെയോ തിരിയിട്ടിട്ട് പോയി, ഒരുപാട് നല്ല ചെല്ലിപ്പോയി, എന്തൊക്കെയോ എന്നോട് പറഞ്ഞു തന്നു. വിടരുന്ന പൂമുട്ടിനുള്ളിലും ആ പൂമുട്ടി എന്റെ അടുത്ത് വിടർന്നു നിന്നു, പരിമളം തൂങ്ങി കടന്നുപോയി. എന്നിട്ട് എന്നോ എന്റെ അധ്യാപകൻ എന്നെ വിട്ടു പോയി. എന്നിട്ട് ആ കുട്ടി വീണ്ടും പാടാണ്, ഒരു കളച്ചോക്കിന്റെ കുപ്പേക്കാർ ചിരി തൂക്കി വെച്ചു കടന്നുപോയി, അത് ഞാനെടുത്തു വരച്ച നേരം കളിയെത്ര കഥ എത്ര കാര്യമെത്ര. വിദ്യാർത്ഥി പറയാണ്, ഒരു കളച്ചോക്കിന്റെ കുപ്പേക്കാർ എന്താ അധ്യാപകൻ എനിക്ക് എന്ത് ചെയ്യും, ഒരു സമ്മാനം തരും. അതൊരു കളച്ചോക്കിന്റെ പൊട്ടായി ചിരി തൂക്കി വെച്ചു കടന്നുപോയി. എന്നിട്ട് അധ്യാപകന്റെ മുഖത്തുണ്ടാവുന്ന ഒരു ചിരിയുണ്ട്, ആ ചിരി കിട്ടാത്ത ദിവസം എനിക്ക് ഇഷ്ടമല്ലാതെ ആ കുട്ടി വരയ്ക്കുന്നത്. അത് ഞാൻ എടുത്തു വരച്ചത്. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ സ്ട്രൈറ്റിനെ ഇതിനെ ഞാൻ കിട്ടുന്ന കളർച്ചോട് കൊണ്ട് വരച്ചു. കളിയെത്ര കഥയെത്ര കാര്യമാണ്. പക്ഷെ കളിയായിട്ട് തോന്നാം, ചിലപ്പോൾ കഥയായിട്ട് തോന്നാം, പക്ഷെ അതിന്റെ അപ്പുറം അത് വലിയൊരു കാര്യമാണ്. ഇനി എന്തുവരും എന്റെ പൊന്നു ടീച്ചർ അരികിലെത്തുകയായി കാക്കയായി, ഇനി എന്തുവരും എന്റെ പൊന്നു ടീച്ചർ അരികിലെത്തുകയായി കാക്കയായി. അധ്യാപകൻ പിന്നീട് മരിച്ചുപോയി എന്നതാണ്. അധ്യാപകൻ മരിച്ചു പോയിട്ട് ആ കുട്ടി ഇങ്ങനെ ആരംഭിക്കണം, ഇനി എന്ത് വരും എന്റെ പൊന്നു ടീച്ചർ, എനിക്ക് ഇന്ന് വരെ കിട്ടാത്ത ടീച്ചറെ ഇനി എന്താണ് എന്റെ മനസ്സിലേക്ക് ഓടി വരിക. അരികിലെ ഉമ്മയായി താത്തയായി, എന്റെ സാന്ത്വനം നൽകുന്ന എന്റെ ഉമ്മയായിക്കോട്ടെ, എന്റെ താത്തയായിക്കോട്ടെ, ഇനി അവർ കടന്നു വരുമോ, ഇനി എന്ന് വരുമ്പോ എന്റെ പൊന്നുവിളിച്ച അരികിലെ ഉപ്പയായി താത്തയായി. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്റെ ഉപ്പയോ എന്റെ കാക്കയോ ആയിക്കോട്ടെ, ഇനി അവർ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. ഒക്കെ നമ്മൾ ആലോചിക്കുന്നതാണ്. ഇത് കേവലം കുട്ടികളുടെ മാത്രം കഥയായിട്ട് നമ്മൾ ഒതുങ്ങി കൂടരുത്. കാരണം നമ്മളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന വലിയൊരു പോസിറ്റീവ് എനർജി